ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ഷഹറ 12 മാസമെന്ന. യൗമ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പടച്ച അന്ന് മുതലേ മാസം 12. ഏത് കലണ്ടർ എടുത്താലും മാസം 12. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ റോമൻസൊക്കെ കലണ്ടറുകൾ 10 മാസമാക്കാൻ വേണ്ടി ശ്രമിച്ചു, അവസാനം പരാജയപ്പെട്ടിട്ട് വീണ്ടും 12ലേക്ക് തിരിച്ചു വന്നതാണ്. അള്ളാഹ് പറഞ്ഞു ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ്, ചാന്ദ്രമാസ കലണ്ടറാകട്ടെ സൗരവർഷ കലണ്ടറാകട്ടെ ഏത് കലണ്ടറാകട്ടെ 12 മാസം എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചാൽ മാറ്റം വരുത്താൻ പറ്റൂല. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ് 12 ഷഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളുണ്ട്, പരമപവിത്രമായ മാസങ്ങൾ അതിനകത്ത് 4 എണ്ണമുണ്ട്. ഫലാ തളിലിമു, ഈ 4 മാസങ്ങൾ അതിൻ്റെ തുടക്കമായ റജബിനെയാണ് റമളാൻ്റെ മുന്നോടിയായി ഇങ്ങോട്ട് എടുത്തു വെച്ചേക്കണത്. ഹജ്ജിലേക്ക് വേണ്ടിയിട്ട് ബാക്കി 3 മാസത്തെയും മാറ്റി വെച്ചേക്കുക. മുഹറം, ദുൽഖഅദ, ദുൽഹജ്ജ്, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, അത് ഹജ്ജിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റി വെച്ചു. അതിൽ ഒരെണ്ണത്തിനെ എടുത്ത് റമളാൻ്റെ മുമ്പിൽ വെച്ചു, റജബിലേക്ക്. എന്തിന്? ഈ പവിത്രതയിൽ തുടങ്ങട്ടെ. അപ്പോൾ സമയനിർണയത്തിൽ പവിത്രതയെ ചേർത്ത് പിടിക്കുന്നതിലൊക്കെ പടച്ചവന് പദ്ധതികളുണ്ട് എന്ന് നമ്മൾ അറിയണം. ദാലിക ദീനുൽ ഖയ്യിം, ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. അതാണ് നേരായ റൂട്ട് തെറ്റാത്ത ദീൻ, ഖയ്യിമായ വളയാത്ത ദീൻ അതാണ്. എന്ന് പറഞ്ഞാൽ പവിത്രതയെ പരിപാലിക്കുന്ന പരിഗണിക്കുന്ന ദീനാണ് ശരിയായ ദീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നിലകൊള്ളുന്ന സവിശേഷമായ സമയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലെ മൗലികമായ 2 അടിസ്ഥാന സ്തംഭങ്ങളായ ഹജ്ജും റമളാനും നോമ്പും, ഈ 2 സംഗതികളെ നമുക്ക് മുമ്പിൽ അള്ളാഹു നിർബന്ധമായി പ്രഖ്യാപിക്കുമ്പോൾ ഒരു 3 മാസ പാക്കേജായിട്ടാണ് അള്ളാഹു താല ഈ 2 അമലുകളെയും നമ്മുടെ മുമ്പിൽ തരുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ട് വരുമ്പോൾ ചെയ്തു കളയാമെന്ന് വിചാരിക്കുന്ന വിധത്തിലല്ല പരിശുദ്ധ ദീനിലെ കർമ്മങ്ങളെയൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു? അള്ളാഹു വളരെ മൗലികമായ കർമ്മങ്ങളെ അതിൻ്റെ പരിസരങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ബുദ്ധിപരമായി നമുക്ക് മനസ്സിലാക്കാനാവും. നമുക്ക് ആ മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളോട് നിഷ്കർഷിക്കപ്പെട്ട ആ കർമ്മങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാനാകണമെങ്കിൽ നമ്മൾ ഈ അനുബന്ധങ്ങളെ കൂടി ചേർത്തുകൊണ്ടാവണം നമ്മുടെ പ്രക്രിയകളിൽ ഏർപ്പെടേണ്ടത് എന്നാണ്. നമസ്കരിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളിലും ഇതുണ്ട്. നമുക്കറിയാമല്ലോ, പ്രായപൂർത്തിയായാലാണ് ഒരു കുട്ടിക്ക് നമസ്കാരം നിർബന്ധമാവുക. പ്രായപൂർത്തിയാകുമ്പോഴേ നമസ്കാരം നിർബന്ധമാകൂ. പക്ഷെ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ പറയപ്പെട്ട പ്രായമേതാ? മുറൂ ഔലാദക്കും ബി സബ്ഇൻ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ 7 വയസ്സ് പ്രായമാകുമ്പോൾ നിസ്കാരത്തിന് കൽപ്പിക്കണം. വദ്രിബു അലൈഹ ലി അശ്രിൻ, ആ നമസ്കാരം അവർ ഉപേക്ഷിച്ചാൽ 10 വയസ്സാകുമ്പോൾ അവരെ നിങ്ങൾ അടിച്ചുകൊണ്ടായാലും നമസ്കരിക്കണം. അടിയെന്നൊക്കെ പറയുന്നതിന് ഇസ്ലാമികമായ മാനദണ്ഡങ്ങളുണ്ട്. 10 വയസ്സുവരെ ഒരു കുട്ടിയെ അടിക്കരുത് എന്നതിൻ്റെ സൂചന കൂടി അതിലുണ്ട് എന്ന് നമ്മൾ ആദ്യം കാണണം. കൊച്ചുകുട്ടികളെ തല്ലിയല്ല നന്നാക്കാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ ഏറ്റവും മൗലികമായ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അനുസരിക്കുന്നതിൽ ഒരു കുട്ടി അവൻ്റെ മനസ്സും ശരീരവും പാകപ്പെട്ടാൽ പിന്നെ മറ്റനുസരണത്തിനും അച്ചടക്കത്തിനും അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും പാകപ്പെടുമെന്നുള്ള വളരെ ദാർശനികമായ ഒരു ഉള്ളടക്കം അതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വയസ്സിലോ 10 വയസ്സിലോ നമസ്കാരം നിർബന്ധമാകാത്ത ഒരു കുട്ടിയെ നമസ്കരിക്കാൻ വേണ്ടി 7 വയസ്സിൽ കൽപ്പിക്കാൻ മാതാപിതാക്കളോട് പറയുകയും ആ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുമുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും 5 നേരം നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ആ കുട്ടിയെ നമസ്കാരത്തിനായി ഉണർത്തുകയും
ആ കുട്ടി നമസ്കരിച്ചില്ലെങ്കിൽ മോനെ നമസ്കരിക്കടാ എന്നവനോട് നമ്മൾ ഒരു ദിവസം 5 നേരം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ഒരു വർഷം 365 ദിവസവും 7 മുതൽ 10 വയസ്സ് വരെയുള്ള 3 വർഷക്കാലത്തിനിടയിൽ 1000 വട്ടമെങ്കിലും നമസ്കരിക്കാൻ സ്വയം നമസ്കരിക്കാത്ത ആ കുട്ടിയെ നമ്മൾ വാചാ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ ദീൻ പ്രഖ്യാപിക്കുന്നത്. അവിടെ അടിയില്ല. നമ്മൾ പിള്ളേരെ തല്ലാൻ പഠിപ്പിക്കുന്ന മതമാണെന്ന് പെട്ടെന്ന് കയറി പറയാൻ പറ്റും. 3 എത്രമാത്രം നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ പാകപ്പെട്ടു വരുന്ന വളയാനും സാധ്യതയുള്ള ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യൻ്റെയും ഓരോ കുട്ടിയുടേതും. ആ കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. പക്ഷേ നമുക്കിന്ന് ഏറ്റവും വില കുറഞ്ഞതും ഒട്ടും പരിഗണിക്കപ്പെടേണ്ടതുമായി നമുക്ക് തോന്നുന്നത്, ജീവിതത്തെ ഏറ്റവും കൂടുതൽ സന്തോഷഭരിതമാക്കുന്നത്, ഗുണപരമാക്കി തീർക്കേണ്ടുന്ന നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളുടെ വളർച്ചയിലേക്കോ അവരെ പ്രേരിപ്പിക്കുന്ന മേഖലയിൽ നമ്മൾ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങൾ എത്രയോ മാറ്റിവെക്കുമ്പോൾ, എൻജിനീയറാക്കാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ, MBA കാരനാക്കാൻ മാറ്റിവെക്കുമ്പോൾ, പലതിനും മാറ്റിവെക്കുമ്പോൾ, ഒരു മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ മക്കളോട് എന്നുള്ളത് വളരെ പ്രസക്തമായ ആലോചനയാണ്. എന്തുകൊണ്ട് നമ്മുടെ മക്കളിൽ നിന്ന് നല്ലൊരു മനുഷ്യനെ കിട്ടുന്നില്ല? എൻജിനീയറെ കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഡോക്ടറെ കിട്ടുന്നുണ്ട്, MBA കാരനെ കിട്ടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന ഒരു മകനെ കിട്ടുന്നുണ്ടോ? താൻ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള ഒരു മകനെ കിട്ടാൻ ഏത് വിധത്തിലാണ് ഒരു മകനെ പരിശീലിപ്പിക്കേണ്ടത്, പാകപ്പെടുത്തേണ്ടത്, വളർത്തേണ്ടത് എന്നുള്ളത് പടച്ചവൻ്റെ ഒരു പാക്കേജാണ്, പദ്ധതിയാണ്. നോമ്പിലൂടെ നമ്മുടെ ആത്മീയമായ വളർച്ചയും വികാസത്തെയും 3 മാസം കൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ പരിശുദ്ധമായ റജബ് മാസത്തിൽ ബറക്കത്ത് ചെയ്തുകൊണ്ട് ഞങ്ങളെ അല്ലാഹുവേ നീ പരിശുദ്ധ റമളാനിൽ കൊണ്ടെത്തിക്കണമേ, പരിശുദ്ധ റമളാനിൽ ഒന്ന് എത്തിച്ചു തരണമേ എന്ന് അല്ലാഹുവിനോട് യാചിച്ചുകൊണ്ട് ഓരോ ദിവസവും കടന്നു പോകാൻ നമ്മോട് പറയുമ്പോൾ, ആ ഓർമ്മകളിൽ കഴിഞ്ഞുകൂടുന്ന 3 മാസം യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാൻ്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് നമ്മളെ സഹായിക്കുകയാണ്. അതുപോലെയാണ് ഹജ്ജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമസ്കാരത്തിലുമില്ലേ ഈ പരിപാടി. ഒരു മനുഷ്യനെ അവൻ്റെ ശാരീരികമായും മാനസികമായും ശരിയായ അച്ചടക്കത്തിലേക്ക്, പാകതയിലേക്ക് വളർത്തിയെടുക്കേണ്ടുന്ന, രൂപപ്പെടുത്തിയെടുക്കേണ്ടുന്ന അതിമഹത്തായ മനുഷ്യനിർമ്മാണ പ്രക്രിയ. ആ പ്രക്രിയ നമുക്കത്ര വലുതൊന്നുമല്ലെങ്കിലും ആ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും വലുതായി മാറുക. ആ പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത വളർത്തപ്പെട്ട മക്കളെ കയ്യിലുള്ളതെല്ലാം വിറ്റുതൊലച്ചും അതുപോലെ തന്നെ തൻ്റെ സമ്പത്ത് കടം വാങ്ങിയുമൊക്കെ, തനിക്കില്ലാത്തത് കടം വാങ്ങിയുമൊക്കെ വിദേശത്തൊക്കെ പഠിപ്പിച്ച് ഉന്നത സ്ഥാനീയരാക്കി മാറ്റി, വലിയ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയ നമ്മുടെ മക്കളൊക്കെ പക്ഷേ അവരവിടെ എത്തി അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അവർ വളരെ കൃത്യമായ നിലയിൽ അവരുടേത് വളരെ ഭദ്രവും സുരക്ഷിതവുമായി തീരുമ്പോൾ, ഇത് തനിക്ക് വേണ്ടി ഇതെല്ലാം ഒഴിഞ്ഞിട്ട് തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയോ മാതാവിനെയോ ഒന്നും ഓർക്കാനോ പരിഗണിക്കാനോ അവരുടെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കാനോ തയ്യാറാകാതെ ഒരു മരണശയ്യയിലാണ് എന്നറിഞ്ഞാൽ പോലും അവരോടൊപ്പം വന്ന് നിന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ആനന്ദിപ്പിക്കുവാനോ അവരുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ മനസ്സിനൊന്ന് കുളിര് പകരാനോ തയ്യാറാകാത്ത വെറും യന്ത്രങ്ങളാക്കി നമ്മുടെ മക്കൾ മാറിപ്പോകുന്നതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ആ മകനെ വളർത്തേണ്ടതുപോലെ വളർത്തുക എന്നത്. അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. 7 വയസ്സാകുമ്പോൾ കുട്ടിയോട് നമസ്കാരം കൽപ്പിക്കണം. 10 വയസ്സ് വരെ അടിക്കാതെ, അതിനെയും മാതാപിതാക്കൾക്കൊരു ക്ഷമ വേണം. 10 വയസ്സ് വരെ ഈ കുട്ടി നിസ്കരിക്കാതിരിക്കില്ല, പക്ഷേ എങ്കിലും നിസ്കാരത്തിൽ ഉപേക്ഷ കാണിക്കുമ്പോൾ അടിക്കാതെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ട് 10 വയസ്സ് വരെ കഴിഞ്ഞു പോകണമെങ്കിൽ നമ്മളും ക്ഷമ പഠിക്കുകയാണ്. നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും യഥാർത്ഥത്തിൽ നമ്മെ നന്നാക്കുന്ന നമ്മുടെ കൈകളിലെ കരുക്കളാണ് എന്നുകൂടി നമ്മൾ അറിയണം. കാരണം അവരായി മാറാൻ വേണ്ടി നമ്മൾ നടത്തുന്ന യത്നങ്ങളിൽ നമ്മുടെ വികാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ ധാർഷ്ട്യങ്ങളോ നമ്മുടെ ദേഷ്യങ്ങളോ ഒക്കെയാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് ശരിയായ ഫലം ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ അഭിലഷിക്കുന്ന വളരെ വിലപ്പെട്ട കാര്യങ്ങളെ, വളരെ പ്രധാനമായ കാര്യങ്ങളെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവനെൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നില്ലല്ലോ എന്നറിയുമ്പോഴും കുട്ടികളാണെന്ന് തിരിച്ചറിവോടുകൂടി ആയിരിക്കണം. 10 വയസ്സ് വരെ ആ കുട്ടിയെ തല്ലരുത്. അതുകൊണ്ടാണല്ലോ 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പറഞ്ഞത്.
അപ്പോൾ ഈ 365 ദിവസം 5 നേരം വെച്ച് 3 കൊല്ലം മോനെ നമസ്കരിക്കടാ എന്ന് പറഞ്ഞിട്ടും ആ കുട്ടി നമസ്കാരത്തിൽ ഇനിയും ഉപേക്ഷ വരുത്തുകയാണെങ്കിൽ 10 വയസ്സായാൽ ആ കുട്ടിയെ അടിച്ചിട്ടെങ്കിലും അതിൻ്റെ ഗൗരവം കൂടുതൽ ബോധ്യപ്പെടേണ്ട ഒരു സമയമാണ്. അവൻ ഇനിയുള്ള ഒരു 5 വയസ്സ് വരെയുള്ള കാലത്ത് അടിച്ചിട്ടായാലും അവനെ നമസ്കാരത്തിലേക്ക് കൊണ്ടുവരണം. കാരണം നമസ്കാരത്തിന് വിധേയനാകുന്ന ഒരു കുട്ടിയുടെ വിധേയത്വവും അച്ചടക്കവും അനുസരണവും അവൻ്റെ ശാരീരിക മാനസികമായ പക്വതകളും ലോകത്ത് മറ്റാർക്കും സംലഭ്യമാവില്ല, ഒരാൾക്കും കിട്ടൂല. അത് അങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിയിൽ കാണുന്ന ഗുണങ്ങൾ അങ്ങനെ അല്ലാതെ വളർന്ന ഒരു കുട്ടിയിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. പക്ഷേ ഈ 5 വർഷക്കാലത്തിനിടയിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിക്ക് ശിക്ഷയില്ല. അവൻ നിസ്കരിച്ചില്ലെങ്കിൽ അവന് ശിക്ഷിക്കില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ നിഷ്കർഷിച്ചത്? ഈ 7 മുതൽ 15 വരെയുള്ള ഇവൻ്റെ ഈ ജീവിതഘട്ടം അവന് 15 മുതൽ അവന് നിർബന്ധമാകുന്നതും അവൻ അക്കൗണ്ടബിളായി തീരുന്നതുമായ ആ പ്രായത്തിൽ എത്തിച്ചേരുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ശീലമായി മാറണമെങ്കിൽ, അങ്ങനെ ആ പ്രക്രിയയെ നിരന്തരമായി വളർത്തിയെടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സൂറത്തുൽ ലൈലിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആത്മവികാസത്തിൻ്റെ ഉന്നത ശ്രേണിയെ പ്രാപിച്ച് ഈ ലോകത്തിൻ്റെ സീമകളിൽ ലംഘിച്ചുകൊണ്ട് പരലോകത്തിൻ്റെ പറുദീസയിലേക്ക് നാം പറന്നുയരുമ്പോൾ, ശരീരത്തിൻ്റെ പേടകത്തെ ഭൂമിയിൽ നമ്മൾ വലിച്ചെറിയുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുന്ന, നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന നമ്മുടെ ആത്മാവ് ആകാശ സീമകളിലേക്ക് ചിറകടിച്ച് പറക്കാനും ചേക്കേറാനും ഉന്നതങ്ങളെ പ്രാപിക്കാനും ശേഷിയുള്ള പക്വമായ മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ മാറണമെങ്കിൽ ഇവിടെ തുടങ്ങി പയ്യെ വളരുന്ന തർബിയത്തിന് നമ്മൾ വിധേയരാകണം. അതിനെയാണ് അള്ളാഹു തർബിയത്ത് എന്ന് പറയുന്നത്. റബ്ബുൽ ആലമീനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ, അള്ളാഹു സർവ്വലോകത്തിൻ്റെയും റബ്ബാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ശാരീരിക വളർച്ചയെ പയ്യെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അള്ളാഹുവാണ്. അതുപോലെ തന്നെ അവൻ്റെ ആത്മീയ വളർച്ചയുടെ പദ്ധതികളെ പയ്യെ വളരെ ഗ്രാജ്വലി എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഹിദായത്ത് നൽകുന്ന അള്ളാഹുവാണ്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദാ. സൃഷ്ടിച്ചു അവൻ നമ്മളെ, അല്ലദീ ഖലഖ ഫസവ്വ ബാലൻസ് ചെയ്തു, അങ്ങ് പൊരുത്തം നൽകി. സൃഷ്ടിക്കുക മാത്രമല്ല, വല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദാ, എല്ലാം കൃത്യമായ അളവിനൊത്താക്കി തന്നു. ഒരു ചെറിയ അണുവിട പോലും വ്യതിചലനമില്ലാത്ത വിധത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അണുക്കളെയും കൃത്യമായി തഖ്ദീർ ചെയ്തു, ഖദറാക്കി കണക്കാക്കി വെച്ചു. ഫഹദാ, എന്നിട്ട് അതിൻ്റെ ആത്മവളർച്ചയാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് എന്ന് പറയുന്നത്. അതാണ് മനുഷ്യ വളർച്ച, അതാണ് യഥാർത്ഥ മനുഷ്യ വളർച്ച. ആ ഹദായെ ഫഹദാ, അതെങ്ങനെയാണ് പടിപടിയായി അതിനെ വളർത്തേണ്ടതെന്നും പഠിപ്പിച്ചു. ആ വളർച്ചയും പടിപടിയാണ്. ശാരീരിക വളർച്ച പടിപടിയാണ്, പ്രകൃതിയുടെ വളർച്ച പടിപടിയാണ്, മനുഷ്യൻ്റെ ആത്മവികാസവും പടിപടിയായിട്ടുണ്ടാകുന്ന. എടുത്തു ചാടി ഒരാൾ വലിയ പരിപക്വമായ ഒരു ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി പൊടുന്ന ഒരു സുപ്രഭാതത്തിൽ ആരും ആകൂല. നമ്മളിപ്പോൾ അങ്ങനെയല്ല പല ആളുകളെ ആത്മീയ ആളുകളായി കാണുന്നത്. ഇന്നിപ്പോൾ ഞാൻ വളരെ യാദൃശ്യമായിട്ട് വിശദമായിട്ടൊന്നും കണ്ടില്ല, ഒരു മുഹമ്മദ് അനൂപെന്നോ എന്തോ ഒരുത്തം പറഞ്ഞിട്ട് അവൻ ദൈവമാണത്ര. ഇപ്പോൾ ഇന്നലെ പെട്ടെന്ന് അവൻ ദൈവമായിട്ട് പൊട്ടിമുളച്ചേക്കുക. അവൻ്റെ പുറകെ കൂടാൻ ഈ സമുദായത്തിലാൾ അവൻ്റെ ഇന്നലകളെക്കുറിച്ച് പഠിക്കപ്പെടുന്നില്ല, അവൻ ഏത് വഴി വന്നു എന്നറിയുന്നില്ല. അവൻ എന്തൊക്കെയോ മനുഷ്യനെ മയക്കുന്ന തരത്തിലുള്ള ചില വിദ്യകൾ കാണിച്ചപ്പോൾ അവനെപ്പോലും ദൈവമായി മാനിക്കുന്ന സമുദായമായി, സമൂഹവും സമുദായവും മാറിക്കൊണ്ടിരിക്കുക. ഒരാത്മീയ വളർച്ചയുടെ വികാസത്തിൻ്റെ പടുകോടിയിലേക്ക് ഒരു മനുഷ്യൻ പെട്ടെന്നെത്തിയെന്ന് പറഞ്ഞാൽ അവൻ്റെ ആരും അംഗീകരിക്കരുതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പയ്യ വഴികളിലൂടെ അവൻ സഞ്ചരിച്ചവൻ എത്തിയിട്ടുണ്ടാവണം. ഒരാൾ ശരിയായ ആത്മീയ ഗുരുവാണോ എന്ന് തീരുമാനിക്കാനുള്ള വഴി എന്താ? അവനിപ്പം അങ്ങനെ പറയുന്നു, അവനിപ്പോൾ തിരക്കേടില്ല. നോ, അവനങ്ങനെ ആവില്ല. അവൻ മുമ്പെന്തായിരുന്നു എന്നാ. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് അവർക്ക് വിശ്വസിക്കാൻ വിസമ്മതം കാട്ടിയപ്പോൾ പറയുന്ന കാര്യങ്ങൾ, പ്രവാചകൻ എത്ര പ്രിയങ്കരനാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, നബിയെ മുഹമ്മദ്, നിന്നെ ഞങ്ങൾ ഈ പറയുന്നൊന്നും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫഖദ് ലബിസ്തു ഫീക്കും ഉമറൻ മിൻ ഖബലി, 40 കൊല്ലം നിങ്ങൾക്കിടയിൽ ജീവിച്ചവനല്ലേ ഈ ഞാൻ മനുഷ്യരെ എന്നാ ചോദിച്ചത്. 40 കൊല്ലം നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു കറ നിങ്ങൾ കണ്ടതാണോ? അതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ വികാസം എന്ന് പറയുന്നത്. ഒരു സുപ്രഭാതം കൊണ്ടല്ല ഒരു വ്യക്തി രൂപപ്പെടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റോമാ നഗരം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലെന്ന ചൊല്ലുപോലെ നമ്മളിൽ ആത്മീയമായ ഔന്നത്യവും വികാസവും വളർച്ചയുമൊക്കെ
നാളുകൾ കൊണ്ട് പടിപടിയായുള്ള പരിശീലന പ്രക്രിയയിലൂടെ നമ്മൾ കടന്നുപോയത് കൊണ്ടുണ്ടായി വരുന്നതാണ്. അല്ലെങ്കിൽ വളരും, പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കും, മാനവരാശിയെ കൂട്ടക്കൊല ചെയ്യും, അധികാര കേന്ദ്രങ്ങളിൽ കയറിയിരിക്കും, മനുഷ്യരാശിക്ക് അപകടകരമായ നിയമങ്ങൾ മുഴുവൻ നടപ്പാക്കും, പൗരത്വം ഇല്ലാതാക്കും, അവൻ്റെ ജീവിതത്തിൻ്റെ അത്താണിയായ അവൻ്റെ നോട്ട്, അവൻ്റെ കറൻസികൾ നിരോധിക്കും. അങ്ങനെ മനുഷ്യനെ ക്യൂവിൽ നിർത്തി കൊന്നുകളയും. എന്താ കാര്യം? പരിശീലനത്തിലൂടെ മാനുഷികമായ പാകതയുടെ പക്വതയുടെ പരിശീലന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതിന് പകരം അതിന് വിപരീതമായ ദിശയിലൂടെ സഞ്ചരിച്ചെത്തിയ ഒരുത്തൻ നേതാവായെന്ന് പറഞ്ഞപ്പോൾ അവനെ മനുഷ്യ സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം അതാണ്. ഏത് വഴിയിലൂടെ ഒരു മനുഷ്യൻ വന്നു എന്നുള്ളത് ഒരാളെ അംഗീകരിക്കപ്പെടുന്നതിന് മുമ്പേ പരിഗണിക്കപ്പെടേണ്ട സംഗതിയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊന്നും പറയാനല്ല. നമസ്കാരത്തിൽ 15 വയസ്സാകുമ്പോൾ കൃത്യമായി നമസ്കരിക്കുന്ന മക്കൾ നമുക്കുണ്ടായില്ല എങ്കിൽ, നമസ്കാരം പറയുമ്പോൾ നമസ്കാരത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുന്ന മക്കളുണ്ടായെങ്കിൽ, അവർ നിസ്കാരത്തിൽ നിന്ന് മാത്രമല്ല ഒളിച്ചോടുന്നത്, നിന്നിൽ നിന്നുകൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിന്നെ അനുസരിക്കാൻ, നിൻ്റെ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള 10 വർഷക്കാലത്തെ 15 വയസ്സ് വരെയുള്ള നിർദ്ദേശങ്ങൾക്ക് അവനെ ചെവി കൊടുത്തവന് വളർത്താൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് അവൻ അള്ളാഹുവിനെ ലംഘിക്കുന്നതിലൂടെ അതിനും എത്രയോ ഇരട്ടി നിന്നെയാണ് അവൻ ലംഘിക്കുന്നത് എന്ന് നാം അറിയണം. അതൊരു തുടക്കമാണ്. നമസ്കാരത്തിൻ്റെ ലംഘനം യഥാർത്ഥത്തിൽ ആ പിതാവിനെ ഞാൻ ധിക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് ആ ധിക്കാരം വരില്ലെന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ വളരെ കൃത്യമായ നിലയിൽ നമ്മൾ നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ പരിശീലിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഹജ്ജ് 3 മാസമാണെന്നല്ല പറഞ്ഞു. നോമ്പിനെക്കുറിച്ച് 3 മാസം മുമ്പേ അള്ളാഹുവിൻ്റെ റസൂൽ പടച്ചവനെ ബർക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ബർക്കത്ത് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. അതൊരു അത്ഭുതമായ സംഗതിയാണ്. ഒരു മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ വസ്തുവിന് അതിൻ്റെ പരമാവധിയോ അതിനേക്കാൾ അധികമോ പ്രയോജനം ലഭിക്കുന്ന സ്ഥിതിവിശേഷത്തിനാണ് ബർക്കത്തെന്ന് പറയുന്നത്. ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടി, വണ്ടി മേടിച്ചു, പക്ഷേ ആ വണ്ടി മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വണ്ടി നമുക്ക് നാശമായിരുന്നു, നഷ്ടമായിരുന്ന ആളുകൾ പറയാറുണ്ട്. വീട് പണിതു, അതോടുകൂടി ദുരന്തം തുടങ്ങിയെന്ന് പറയാറുണ്ട്. വീടിലും വാഹനത്തിലും ഭാര്യയിലും ബർക്കത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, ബർക്കത്ത് കേടുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ വീട് കിട്ടി, കുഴപ്പങ്ങളായി, വാഹനം കിട്ടി, നഷ്ടങ്ങളേ ഉള്ളൂ. അതേസമയം എൻ്റെ വാഹനം കയ്യിൽ വന്നതിന് ശേഷം എനിക്ക് സന്തോഷമാണ്. ഈ വാഹനം എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് എനിക്ക് സന്തോഷമാണ്. എൻ്റെ ഭാര്യ എന്നോടൊത്ത് ചേർന്നതിന് ശേഷം സന്തോഷമാണ്. ഇത് ബർക്കത്താണ്. എല്ലാവർക്കും ഒരുപോലെയല്ല, വ്യത്യസ്തമായി വരും. ബർക്കത്തിൻ്റെ അഭാവമാണത്. ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഏതൊരു വസ്തു അള്ളാഹു ഒരു നിഅമത്ത് പടച്ചവൻ നമുക്ക് തന്നോ, ആ നിഅമത്ത് പരമാവധിയോ അതിനപ്പുറമോ, അതിനപ്പുറത്തിന് കണക്കൊന്നുമില്ല. എത്രയെന്ന് ചോദിച്ചാൽ അതിനൊരു കണക്കുമില്ല. ബർക്കത്ത് അങ്ങനെ വളരും. പരമാവധി ആ വസ്തുവിൻ്റെ മിനിമം ഗുണം, അതിൻ്റെ പ്രയോജനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഒരു ബർക്കത്താണ്. പക്ഷേ ബർക്കത്ത് അള്ളാഹു ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ അതിന് പരമാവധിയിലൊന്നും നിൽക്കില്ല. അതുകൊണ്ട് ബാരിക്കലി ഒരാളിടത്തും ബാറക്കന എന്നാണ് പറയണത്. കാരണം ഇതുകൊണ്ട്, ഈ തന്ന സാധനം കൊണ്ട് പടച്ചവനെ എന്തൊക്കെ ഉപകാരം നിനക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്ക് ലഭ്യമാക്കാൻ കഴിയുമോ, അത് മുഴുവൻ തരണേ അല്ലാ. അതാണ് ചോദിക്കുന്നത്. പടച്ചവനെ ആത്മവികാസത്തിന് വേണ്ടി എൻ്റെ ഇന്നലകളിലെ ആത്മീയ ശൂന്യത കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളുടെ തടവറയിൽപ്പെട്ടു പോയതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ മനസ്സും ആത്മാവും മലിനമായി പോയവനാണ് ഞാൻ. എത്തേണ്ട വഴിയിൽ ഞാൻ എത്തിയിട്ടില്ല. ഓരോ വർഷവും പിന്നിടുമ്പോൾ നീ എൻ്റെ ഗ്രാഫ് അളന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗീയമായ പാകതയുടെ ഏത് നിലവാരത്തിൽ നീ എത്തിയെന്ന് എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ പടച്ചവനെ താഴോട്ട് പടവുകൾ താഴോട്ടാണ്. എൻ്റെ കുറവുകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പടച്ചവനെ നീ കുറച്ച് തരണമേ. എൻ്റെ സ്പിരിച്വൽ റിഡംഷനാണ് യഥാർത്ഥത്തിലത്. യഥാർത്ഥത്തിലൊരു സ്പിരിച്വലായിട്ടുള്ള റിക്കവറിയാണത്. ഒരു വീണ്ടെടുപ്പാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഓരോ വർഷവും തരുന്നത്. താഴോട്ട് പോയിട്ടുണ്ടായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ മേലോട്ട് കുതിക്കേണ്ടവനാണ്. 70-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ സ്വർഗത്തിൻ്റെ സീമകളെ സ്പർശിക്കാൻ പറ്റുന്ന പക്വമായ പാകപ്പെട്ട മനസാക്ഷിയുടെ ഉടമയാകേണ്ടവനാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സമാധാനവും സന്തോഷവും മാത്രം അലയടിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടതാണ്. പകയെന്ത്, വെറുപ്പെന്ത്, വിദ്വേഷമെന്തെന്നറിയാത്ത മനസ്സുമായി ചേക്കേറുണ്ടെന്ന ഒരു ലോകമാണ്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ ഇഖ്വാന അലാ സുറുരിൻ മുതഖാബിലീൻ. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താ? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ ഇഖ്വാന. അവരുടെ മനസ്സിൽ നിന്ന് അല്ലാഹു തആല ആ പകയുടെ അടിവേരങ്ങ് ഊരിക്കളയും. വെറുപ്പ് എന്തെന്ന് പിന്നെ അറിയില്ല. അതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. എന്നിട്ടല്ലാ സുറുരിൻ മുതഖാബിലീൻ. അവർ മുഖത്തോട് മുഖം നോക്കിയിരിക്കും. കണ്ണ് പറിക്കാൻ തോന്നില്ല.
ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന അപരനോട് വെറുപ്പും പകയുമില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താ? അവിടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റുന്നു എന്നുള്ള. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരെ തമ്മിൽ വർത്താനം പറയുമ്പോൾ മുഖത്ത് നോക്കൂലല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്താ കാര്യം? അത്രയ്ക്കൊന്നും ഉള്ളു തുറന്നിട്ടില്ല എന്ന് എൻ്റെ അർത്ഥം. തുറന്ന മനസ്സോടുകൂടി മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് എത്ര നേരം വർത്താനം പറയാൻ കഴിയുന്നോ അത്ര കണ്ട ആ ബന്ധത്തിന് ആത്മാർത്ഥത ഉണ്ടെന്നാ. അത് ഏറ്റവും കൂടുതൽ സങ്കടത്തിൽ ഇപ്പോൾ സാധിക്കാത്ത ഭാര്യയുടെ അടുത്താണല്ലോ, അല്ലേ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്ന മിടുക്കന്മാർ എത്ര പേരുണ്ട്? പലപ്പോഴും മുഖം തിരിച്ചും തലവെട്ടിച്ചും ഒക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർത്തമാനങ്ങളും ഭാഷണങ്ങളും, അല്ലേ? കാരണം എന്താ? ഉള്ളിൽ ശരിയായ നിലയിലുള്ള സ്നേഹമില്ല. അള്ളാഹു പറയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് എവിടെ പറഞ്ഞാലും അവിടെ എല്ലാം പറയും അലാ സുറൂരിൻ മുത്തഖാബിലീൻ. അവരവരുടെ കട്ടിലുകളിൽ, അവരവരുടെ തൽപ്പങ്ങളിൽ അവർ മുഖാമുഖം കണ്ണു പറിക്കാതെ നോക്കിയിരിക്കുന്നു. കാരണം എന്താ? അവരുടെ ഉള്ളിൽ നിന്ന് പകയെ അള്ളാഹു പറിച്ചെറിഞ്ഞിരിക്കുന്നു. പക പറിച്ചെറിഞ്ഞ മനസ്സുമായി ഇന്നും പകയും വിദ്വേഷവും സത്യവിരുദ്ധതയും അനീതിയും അക്രമത്തെ താലോലിക്കുകയും ചെയ്യുന്ന മനസ്സും പേറി പാർട്ടി സത്യങ്ങളും സംഘടനാ സത്യങ്ങളുമായി ഈ ലോകത്ത് വളരെ മലീമസമായ മനസ്സും പേറി നടക്കുന്ന നമ്മൾ കടന്നു പോകുന്ന ഓരോ വർഷവും സ്വർഗത്തോട്, സ്വർഗീയ പാകതയിലേക്ക് കൂടുതൽ അടുക്കേണ്ടതിന് പകരം താഴോട്ട് പോവുകയാണെങ്കിൽ ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റമദാൻ. ആ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 3 മാസത്തെ പരിശീലന പ്രക്രിയയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോവുക അല്ലാഹു തആല. ഓടിച്ചെന്നിട്ട് റമദാൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നേടിക്കളയാമെന്നും പറഞ്ഞുകൊണ്ടാ ചില ആളുകൾ റമദാനിക്ക് വന്നോട്ടെ ഞാനങ്ങ് നോമ്പ് വെച്ച് കാട്ടിത്തരാമെന്നാ, ഒടുവിലത്തെ 10 വന്നോട്ടെ എഴുത്തിക്കാഫിരുന്ന് കാട്ടിത്തരാമെന്നാ. ഇതൊന്നും കാട്ടിത്തരാൻ പറ്റില്ല. ശരിയായ വിധത്തിൽ നമ്മളെ പാകപ്പെടുത്തണമെങ്കിൽ എത്ര പേർക്ക് എഴുത്തിക്കാഫിരിക്കാൻ പറ്റുന്നുണ്ട് റമദാൻ മാസത്തിൽ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രബലമായ മുഅക്കദായ സുന്നത്തല്ലേ. കാരണം പള്ളിയിലിരിക്കുക എന്ന് പറയുന്നതിനെ ഓർക്കുമ്പോഴേ പേടിയാണ്. അങ്ങനെ ഒരു പരിശീലനമില്ല. റജബിൽ തുടങ്ങണം അത്തരം നന്മയുടെ പരിശീലനങ്ങൾ. മാർക്കറ്റിൽ എത്ര നേരം പോയി ഇരിക്കാൻ പ്രയാസമില്ല, അല്ല റോട്ടിൽ ഇറങ്ങി നടക്കാൻ കുഴപ്പമില്ല. പള്ളി കയറുമ്പോൾ എന്താണ് മനസ്സ് കുമ്പടഞ്ഞു പോകുന്നത്? അതാണ് പ്രശ്നം. അതുകൊണ്ട് ആ തരത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, പരിശുദ്ധിയുടെ കേന്ദ്രത്തിലേക്ക് തൻ്റെ മനസ്സ് ചേർന്നിരിക്കാൻ എത്രമാത്രം പാകപ്പെട്ടു എന്നുള്ള പരിശീലനത്തിൻ്റെ അവസാന വിശകലനമാണ് ഇഅ്തികാഫിൻ്റെ സാധ്യത എത്രമാത്രം നമ്മളെ ലയിപ്പിക്കുന്നു എന്നുള്ളത്. അങ്ങോട്ടൊക്കെ നമുക്ക് എത്തണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ മാസത്തെ നമ്മൾ അതിൻ്റെ എല്ലാ ആദരവോടും കൂടി അതിന് തുടക്കം കുറിക്കുന്ന കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ഷഹറ 12 മാസമെന്ന. യൗമ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പടച്ച അന്ന് മുതലേ മാസം 12. ഏത് കലണ്ടർ എടുത്താലും മാസം 12. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ റോമൻസൊക്കെ കലണ്ടറുകൾ 10 മാസമാക്കാൻ വേണ്ടി ശ്രമിച്ചു, അവസാനം പരാജയപ്പെട്ടിട്ട് വീണ്ടും 12ലേക്ക് തിരിച്ചു വന്നതാണ്. അള്ളാഹ് പറഞ്ഞു ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ്, ചാന്ദ്രമാസ കലണ്ടറാകട്ടെ സൗരവർഷ കലണ്ടറാകട്ടെ ഏത് കലണ്ടറാകട്ടെ 12 മാസം എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചാൽ മാറ്റം വരുത്താൻ പറ്റൂല. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ് 12 ഷഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർള് മിൻഹാ 4 ഹുറും. അതിൽ 4 മാസങ്ങളുണ്ട്. പരമപവിത്രമായ മാസങ്ങൾ അതിനകത്ത് 4 എണ്ണമുണ്ട്. ദാലികം എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ഫലാ തളിമു, ഈ 4 മാസങ്ങൾ അതിൻ്റെ തുടക്കമായ റജബിനെയാണ് റമദാൻ്റെ മുന്നോടിയായി ഇങ്ങോട്ട് എടുത്തു വെച്ചേക്കണത്. ഹജ്ജിലേക്ക് വേണ്ടിയിട്ട് ബാക്കി 3 മാസത്തെയും മാറ്റി വെച്ചേക്കുക. മുഹറം, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം. അത് ഹജ്ജിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റി വെച്ചു. അതിൽ ഒരെണ്ണത്തിനെടുത്ത് റമദാൻ്റെ മുമ്പിൽ വെച്ചു, റജബിലേക്ക്. എന്തിന്? ഈ പവിത്രതയിൽ തുടങ്ങട്ടെ. അപ്പോൾ സമയനിർണയത്തിൽ പവിത്രതയെ ചേർത്ത് പിടിക്കുന്നതിലൊക്കെ പടച്ചവന് പദ്ധതികളുണ്ട് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ അല്ലാഹു തആല വെച്ച മിൻഹാ 4 ഹുറും 4 മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. അതാണ് നേരായ റൂട്ട് തെറ്റാത്ത ദീൻ, ഖയ്യിമായ വളയാത്ത ദീൻ. അതാണ് എന്ന് പറഞ്ഞാൽ പവിത്രതയെ പരിഗണിക്കുന്ന ദീനാണ് ശരിയായ ദീൻ. നമ്മുടെ ചില ആളുകളുണ്ട്, ഞാൻ വലിയ ആദർശവാദിയാണ്, നല്ല ഇസ്ലാമിസ്റ്റാണ്, നല്ല മുവഹിദാണ്, പക്ഷെ പവിത്രതകളൊന്നും പരിഗണിക്കില്ല, ഒന്നിനും ഒരു റെസ്പെക്റ്റും ഇല്ല. സമയത്തിനില്ല ഒരു പരിഗണന, മാസത്തിനില്ല ഒരു പരിഗണന, അതുപോലെ തന്നെ വ്യക്തികൾക്കില്ല ഒരു പരിഗണന. എല്ലാവരും തുല്യരല്ല എന്ന് കഴിഞ്ഞതിന് മുമ്പിൽ ആഴ്ച കൂടെ പറഞ്ഞായിരുന്നല്ലോ. എല്ലാവരും തുല്യരല്ല. ഇന്നല്ലാഹ സ്തഫാ മിനൽ മലായികത്തി റുസുല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. മലക്കുകളിൽ അള്ളാഹു പ്രത്യേക ദൂതന്മാരെ പരിഗണിച്ചിട്ടില്ലേ, തിരഞ്ഞെടുത്തിട്ടില്ലേ? നബിമാരിൽ അള്ളാഹു പ്രത്യേക പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിട്ടില്ലേ? എല്ലാവരും തുല്യരാണോ?
അങ്ങനെ കഅബയെ മക്കയെ അള്ളാഹു സ്ഥലങ്ങളിൽ തിരഞ്ഞെടുത്തില്ലേ? കഅബയെ ഭവനങ്ങളിൽ തിരഞ്ഞെടുത്തില്ലേ? അപ്പോൾ എല്ലാം തുല്യമല്ല. പ്രത്യേക പവിത്രത സമയത്തിനുണ്ട്, സ്ഥലങ്ങൾക്കുണ്ട്, വ്യക്തികൾക്കുണ്ട്, എല്ലാത്തിനുണ്ട്. അത് പരിഗണിച്ച് ജീവിക്കുന്നതിൻ്റെ പേരാണ് ദീൻ, അല്ലാതെ കുറേ ആദർശം ഉറക്കെ പറയുന്നതിൻ്റെ പേരല്ല. ചില ആളുകൾ ഞങ്ങൾ വല്ലാത്ത മുവഹിദുകളാണ്, ഞങ്ങൾക്ക് ദാർശനികമായി ആരെയും നേരിടാനുള്ള കൽപ്പുണ്ട്, ഞങ്ങൾ ഗായം ചേർക്കാത്തവരാണ്, കലർപ്പില്ലാത്തവരാണ്. അങ്ങനെ തന്നെ ആകണം, നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, ആദരിക്കേണ്ടതിനെ ആദരിക്കാനും കൂടെ പഠിക്കണം. ഇത് പറഞ്ഞിട്ടല്ല പറയുകയാണ് 12 മാസം അല്ല വെച്ചു, അതിൽ 4 മാസം പവിത്രമാണ്. ആ പവിത്രമായ മാസങ്ങളിൽ ദാലിക ദീനുൽ ഖയ്യിം, ആ പവിത്രത പരിഗണിക്കുന്ന ദീനാണ് ഖയ്യിമായ ദീൻ. നേരുള്ള ദീൻ, പവിത്രത പരിഗണിക്കുന്ന ദീനാണ്. ആരെയും റെസ്പെക്റ്റ് ചെയ്യൂല എന്ന് പറയുന്ന ഒരുത്തൻ ഒരു മുഅ്മിനോ മുസ്ലിം ആയിരിക്കാൻ പറ്റില്ല. വാപ്പയെ ബഹുമാനിക്കണം, ഉമ്മയെ ബഹുമാനിക്കണം, സാലിഹ്യങ്ങളെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അള്ളാഹുവിനോട് ഒരാൾക്ക് ആദരവുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇക്റാം ദിശ്ശൈബത്തിൽ മുസ്ലിമി വഹാമിലുൽ ഖുർആൻ, നരബാധിച്ച വൃദ്ധനെ ബഹുമാനിക്കുന്നതും പരിശുദ്ധ ഖുർആൻ വഹിച്ച പണ്ഡിതനെ ആദരിക്കുന്നതും. ഇന്നിപ്പോൾ പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാന്നാണ് ചോദിക്കുന്നത്? അത് ആർക്കാണ് നഷ്ടം വരുത്തുന്നത്? അതുപോലെ തന്നെ പ്രായമായ കാരണവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിഗണനയും ഇല്ലാതാകുന്നു. ആർക്കാണ് നഷ്ടം വരുത്തുന്നത്? അവർക്കല്ല, നമുക്ക് നാം തന്നെ നഷ്ടം വരുത്തി വയ്ക്കുന്നു എന്നുള്ളതാണ്. ഇക്റാമില്ലാത്ത, ആദരവില്ലാത്ത ദീനില്ല. അതുകൊണ്ട് അള്ളാഹു പറയുക, ഈ പവിത്ര മാസങ്ങൾ വെച്ച് തന്നിരിക്കുന്ന നിങ്ങളെ ആദരം പഠിപ്പിക്കാനാണ്. ആധുനിക ലോകത്തിന് കൈമോശം വന്ന ഏറ്റവും വലിയ ഒരു മൂല്യമാണ് ആദരവ് എന്ന് പറയുന്നത്. ഇന്നലകളിൽ ലോകത്തെ നിലനിർത്തിപ്പോന്ന ഏറ്റവും മൂല്യവത്തായ ആ ആശയത്തെ ആധുനിക ലോകം ഇന്ന് കൈവടിഞ്ഞിരിക്കുക. അതുകൊണ്ട് ആദരവ് നാം പഠിക്കണം, പഠിപ്പിക്കണം, നാം ആദരിക്കണം. ആദരിച്ച് നാം നമ്മുടെ മക്കളെ കാട്ടിക്കൊടുക്കണം. തലമുറകളെ ആദരവ് എന്താണെന്ന് കാട്ടിക്കൊടുക്കണം. പള്ളിയിൽ വരുമ്പോൾ പള്ളിയോടുള്ള ബഹുമാനം കാട്ടിക്കൊടുക്കണം. പള്ളിയിൽ വന്നാൽ പള്ളിയിലുള്ള ബഹുമാനം എങ്ങനെയാണെന്ന് കാട്ടിക്കൊടുക്കണം. പള്ളിയോട് റെസ്പെക്റ്റ് വേണം. ആലിമ്യങ്ങളോട് റെസ്പെക്റ്റ് ചെയ്ത് മക്കൾ കാണണം. ബഹുമാനിക്കുന്നു, എൻ്റെ വാപ്പ ബഹുമാനിക്കുന്നു. ബഹുമാനം നമ്മൾ കാട്ടിക്കൊടുക്കാതെ എങ്ങനെയാണ് മക്കൾ പഠിക്കണേ? ഓരോ മൂല്യവും അടുത്ത തലമുറ ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ ആരിൽ നിന്നെങ്കിലും കണ്ടുപിടിക്കണ്ടേ? ആരെയും വാപ്പ ബഹുമാനിച്ചിട്ടില്ല, എങ്ങനെ മക്കൾ ബഹുമാനിക്കും? നിന്നെ ബഹുമാനിക്കും. ആലിമീങ്ങളോ സാലിഹീങ്ങളോ ബഹുമാനിച്ചിട്ടില്ല, മുതിർന്നവരെ ബഹുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ദീനെന്ന് പറഞ്ഞാൽ സമയത്തിലെ ഈ 4 മാസങ്ങളെ, ഈ റജബടക്കം തുടങ്ങുന്ന ഈ മാസത്തോട് പ്രത്യേക ആദരം തോന്നണം നമുക്ക്. റജബെത്തി റബ്ബേ എനിക്ക്, എന്നിട്ടുള്ള പറയാണ്, ഫലാ തളിലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ ആ മാസങ്ങളിൽ ആക്രമിച്ച് കളയരുതേ. ആരെയും പുറത്തുള്ള ആരെയും ആക്രമിക്കല്ലേ എന്നല്ല പറഞ്ഞ്, കത്തിക്കുത്ത് നടത്തരുത്. നിങ്ങളുടെ ആത്മാക്കളെ ആക്രമിക്കരുത്. അക്രമം, ഏറ്റവും വലിയ അക്രമം സ്വന്തം ആത്മാവിനോട് ചെയ്യുന്ന അക്രമമാണ്. ഈ അത്യുന്നതങ്ങളെ പ്രാപിക്കേണ്ടുന്ന, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന, ഭൂമിയിലൊതുങ്ങാത്ത ഈ ആത്മാവെന്ന് പറയുന്ന അത്ഭുത ശേഷിയുള്ള, ഈ സിദ്ധിവിശേഷങ്ങളുള്ള ഈ ആത്മാവിനോട് നിങ്ങൾ അതിൻ്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അക്രമം കാണിക്കരുത്. നിങ്ങൾ അന്ന് ആ മാസങ്ങളിൽ ആരോടും അക്രമമൊന്നും ചെയ്യരുത്. പുറത്തും കാണിക്കരുത്, അകത്തും കാണിക്കരുത്, നിങ്ങളുടെ ആത്മാക്കളോട്. എന്നിട്ട് അള്ളാഹു താല ഇത് പറയാം. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പുണ്യമാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായി ഓർക്കേണ്ടത്, ഈ മാസങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഉയർത്തിപ്പിടിക്കേണ്ടത് ആദരവ് എന്ന് പറയുന്ന മൂല്യത്തെയാണ്. റജബിൽ നമ്മൾ ആദരവ് പഠിക്കുക, ആദരവ് പരിശീലിക്കുക. എല്ലാത്തിനെയും അള്ളാഹു എല്ലാത്തിനെയും വന്നിച്ച് പഠിക്കുക. അള്ളിമോ മാ അള്ളമൗല്ല. ഒരാളെ നിന്ദിച്ചില്ലെന്ന് കരുതി അള്ളാഹ് ചോദിക്കൊന്നുമില്ല. ഇബ്ലീസിനെ ലാനത്ത് പറഞ്ഞില്ലെന്ന് കരുതി അള്ളാഹ് ചോദിക്കില്ല. പക്ഷേ മഹാന്മാരായ പ്രവാചകന്മാരെ പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലിയിലെ ചോദ്യമുണ്ട്, വന്നിക്കേണ്ടതിനെ വന്നിച്ചില്ലേ ചോദ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലൽ നമുക്ക് നിർബന്ധമാണ്. ഇബ്ലീസിന് ലാനത്ത് പറയൽ നിർബന്ധമല്ല. നിന്ദിച്ചില്ലെന്ന് കരുതി ഞാൻ ഒരാൾ അത്ര ശരിയല്ല, അതുകൊണ്ട് അയാൾ നിന്ദിക്കാതെ വന്നാൽ എങ്ങനെയാണ് എൻ്റെ ദീനിന് കേടുവരില്ല? നിന്ദിച്ചില്ലെന്ന് കരുതി ഒരു കേടുമില്ല. പക്ഷെ വന്നിക്കേണ്ടതിന് വന്നിച്ചില്ലെങ്കിൽ നമ്മുടെ ദീനിന് കേടുവരുമെന്ന ഓർമ്മ വേണം. അള്ളാഹു അത് നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് മനുഷ്യന് ഏറ്റവും അധികം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ആദരവ് നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, ഈ മാസങ്ങളിൽ അക്രമം പാടില്ല, കലഹങ്ങൾ പാടില്ല, യാതൊരു തരത്തിലുള്ള യുദ്ധവും പാടില്ല, യാതൊരു തരത്തിലുള്ള സംഘട്ടനങ്ങളും പാടില്ല, യാതൊരു തരത്തിലുള്ള കലഹങ്ങളും പാടില്ല, യാതൊരു തരത്തിലുള്ള വഴക്കിനും പോകരുത്. പവിത്ര മാസത്തിലാണ്. അത് നമ്മൾ ഈ മാസത്തിൽ ഒന്നാമത് തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ ഈ മാസത്തെ നിങ്ങൾ അള്ളിമു ഷആഇറല്ലാഹ് ബഹുമാനിച്ചു കൊണ്ടിരിക്കണം. ഇത് റജബിലാണ് ഞാനെന്ന ഓർമ്മയിൽ പാപങ്ങൾ അറിയാതെ പോലും ചെയ്തു പോകരുത്. ഇമാം ബൈഹഖി പറഞ്ഞു, ഇദാ കാന ദംബു ഫീഹിന്ന അഅ്ളമു,
ഈ മാസത്തിൽ പാപം ഗുരുതരമാണെങ്കിൽ, വിസറൻ കൂടുതൽ ഗുരുതരമാണെങ്കിൽ, കാനൽ ബിർറു ഫീഹിന്ന അക്സറു ഖൈറ, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന നന്മകൾ കൂടുതൽ നന്മകളെ വിളയിപ്പിക്കും. കണ്ടോ, എല്ലാ സമയത്തും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല. അതിൻ്റെ റിയാക്ഷൻ, അതിൻ്റെ റിഫ്ലക്ഷൻ, അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം വ്യത്യാസമാണ്. സമയത്തിന് പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് കൂടുതലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ മാസത്തിൽ നിങ്ങൾ മനുഷ്യനെ ആദരിക്കുക, മനുഷ്യൻ്റെ ബഹുമാനം പരിഗണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് കടപ്പാടില്ലാതെ, ആദരവില്ലാതെ വളർന്നു വരുന്ന ഈ സമൂഹത്തെ മാതാപിതാക്കളോട്, ഗുരുനാഥന്മാരോട്, മുതിർന്നവരോട്, അതിഥികളോട്, പണ്ഡിതരോടൊക്കെയുള്ള ആദരവ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഇത്. അതുപോലെ തന്നെ അറിവില്ല, പുസ്തകങ്ങളോട് ബഹുമാനമില്ല, അതുപോലെ തന്നെ പാഠശാലകളോടില്ല, മദാരിസുകളോടില്ല, ഒന്നിനോടും ബഹുമാനമില്ല. നമുക്കൊക്കെ പണ്ട് ബഹുമാനമല്ലേ? ഖുർആനൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ തൂക്കി നടക്കുന്ന കാണാം. പണ്ടൊക്കെ അവിടെ കാരണന്മാർ ഖുർആൻ ശരീഫ് എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുമായിരുന്നുള്ളൂ. പുസ്തകമാണ്, ഇങ്ങനെ തൂക്കി ഇങ്ങനെ നടക്കും. ആദരവിൻ്റെ അടയാളങ്ങളില്ലെങ്കിൽ അതൊക്കെ വലിയ നഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത്. ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു സമൂഹത്തിൽ ആദരവ് പോയിക്കൊണ്ടിരിക്കുക നമ്മളറിയുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വലഖദ് കറംനാ ബനി ആദമ, മുഴുവൻ മനുഷ്യനും അള്ളാഹു റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിമും അമുസ്ലിം ഭേദമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കണമെന്ന. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മൃതദേഹം മറവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചത്, മൃതദേഹം കത്തിക്കരുതെന്ന് പഠിപ്പിച്ചത്. ഞാനൊരു പരിപാടിയിൽ, ഒരു പുസ്തകപ്രകാശനത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ പോകുമ്പോൾ ഒരു വലിയ കേരളത്തിലെ അറിയപ്പെട്ട ഒരു കോളേജിൻ്റെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുണ്ട്, ഒരു ലേഡിയാണ്. അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അവരെന്നോട് ചോദിച്ചു, ഈസ് ക്രിമേഷൻ ബെറ്റർ ദാൻ ബരിയൽ എന്നൊരു ചോദിച്ചു. ഈ മൃതദേഹം കുഴിച്ചിടുന്നതിനേക്കാൾ നല്ലത് കത്തിക്കലല്ലേ എന്ന്. മൃതദേഹം കത്തിക്കരുത്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം. കാരണം എന്താ? ഒരു ശരീരത്തെ കത്തിച്ചു പഠിച്ചവൻ മനുഷ്യനെ കത്തിച്ചുകൊണ്ടിരിക്കും, ജീവനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കത്തിക്കും. റോഹിംഗ്യയിലെ മനുഷ്യനെ മരത്തിൽ കെട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞത് മൃതദേഹം കത്തിച്ചു പഠിച്ചതുകൊണ്ടാണ്. ഗുജറാത്തിൽ മനുഷ്യനെ തീയിട്ട് കത്തിക്കാൻ പറ്റിയത് മൃതദേഹം കത്തിച്ചു പഠിച്ചതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം മനുഷ്യനെ കത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു മുസ്ലിമാണെന്നുള്ള ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ തെളിവെന്താ? ഐസിസും ദായിഷും ഒക്കെ അക്രമം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ മുസ്ലിം അല്ലെന്ന് നമ്മൾ പറഞ്ഞത് അവർ ചെയ്യുന്ന പണി കണ്ടിട്ടാ. ഒരു മൃതദേഹത്തെയോ ജീവനുള്ള ശരീരത്തെയോ കത്തിക്കാനോ, ഒരു മനുഷ്യനെ കൊന്നാൽ പോലും അവൻ്റെ വേദന പരമാവധി കുറച്ച് അനിവാര്യമായും കൊല ചെയ്യപ്പെടേണ്ട വധാർഹനായ വ്യക്തിയെപ്പോലും കൊല്ലുമ്പോൾ വേദനിപ്പിക്കാതെ കൊല്ലണമെന്നും പഠിപ്പിച്ച ദീനിന് പകരമായി അറക്കവാള് കൊണ്ട് കഴുത്തറുക്കുന്നതും മനുഷ്യനെ തീയിട്ട് കൊല്ലുന്നതും ഇസ്ലാമിക സമൂഹത്തിൻ്റെ പേരിൽ വെച്ച് കെട്ടിയപ്പോൾ ഒരു മുസ്ലിമല്ലെന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞത് ഒരു മുസ്ലിം അത് ചെയ്യില്ലെന്നുള്ളതുകൊണ്ട് അത് ചെയ്തത് മുഴുവൻ വാടകയ്ക്ക് എടുക്കപ്പെട്ട മുസ്ലിം പേരുകാരാണ്. അമേരിക്കയും സാമ്രാജ്യത്വവും വാടകയ്ക്ക് എടുത്തതാണ്, ഒരു സംശയമില്ല. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത്, ആ സഹോദരി എന്നോട് ചോദിച്ചു, അങ്ങനെയല്ലേ നല്ലത് എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുകയാണെങ്കിൽ മാലിന്യങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, മലിനജലം മണ്ണിലൂടെ ദീർഘദൂരം ആ മണ്ണിലൂടെ ഊറി സഞ്ചരിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെത്തുമ്പോൾ അത് ശുദ്ധമാകുമെന്നാണല്ലോ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ മാരാരോഗങ്ങൾ പിടിച്ചൊക്കെ, വലിയ ഗുരുതരമായ രോഗങ്ങൾ പിടിച്ച് കൂട്ടമരണം സംഭവിച്ച ആളുകളെ കൂട്ടമായി കുഴിച്ചിടപ്പെട്ട സ്ഥലങ്ങളിൽ പോലും മാരക രോഗങ്ങളോ സാംക്രമിക രോഗങ്ങളോ ഉണ്ടതായിട്ട് ചരിത്രം തെളിയിച്ചിട്ടില്ല. അതേസമയം നമുക്ക് ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ സംഭവിച്ചതെന്താ? അന്തരീക്ഷത്തിൽപ്പെട്ട് ബോംബിൻ്റെ കൃത്യാഘാതങ്ങൾ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. അന്തരീക്ഷത്തിൽ മാലിന്യം കടരുകയും കത്തിക്കുകയും, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ലേ. പ്രൊഫസർ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരത് വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടാണത് പറഞ്ഞത്? പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടാണ് പറഞ്ഞത്? മനുഷ്യൻ്റെ ആദരവ് കത്തിക്കുന്നവന് മനുഷ്യ ജീവനോടും മനുഷ്യ ബോഡിയോടുമുള്ള ആദരവ് പോകും. അതുകൊണ്ട് ഒരു മനുഷ്യന്, ഒരു വ്യഭിചാരിയായാലും മദ്യപാനിയായാലും അവൻ്റെ വ്യക്തിത്വത്തെ അനാദരിക്കരുത് എന്ന്. ഇദാ സനത്ത് അമത്തു അഹദിക്കും, നിങ്ങളുടെ ഒരു പെണ്ണൊരു അടിമപ്പെണ്ണ് വ്യഭിചരിച്ചു, ഫതബയ്യന സിനാഹ, അത് തെളിയിക്കപ്പെട്ടു, ഫൽ യജ്ലിദ് ഹൽ ഹദ്ദ, അവളുടെ ഹദ്ദ് നടപ്പാക്കുക, ഫലാ യുസരിബ് അലൈഹ, പക്ഷെ അവളെ അപമാനിക്കരുത്. നിയമം നടപ്പാക്കണം, പക്ഷെ നീ വ്യഭിചരിച്ചില്ലേടി എന്ന് പറഞ്ഞ് അപമാനിക്കരുത്. മദ്യപാനിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മദ്യപാനിയെ ശിക്ഷിച്ചു, അടി കൊടുത്തു. അപ്പോൾ അഖ്സാഖല്ലാഹ്, അള്ളാഹ് നിന്നെ നിസ്സാരനാക്കട്ടെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖൂലു ഹകദാ ലാ തുഈനു അലൈഹി ശൈത്താൻ,
അയാൾക്കെതിരിൽ പിശാചിനെ സഹായിക്കരുതേ, അങ്ങനെയൊന്നും അയാളെ പറയരുത്, അപമാനിക്കരുതേ. അയാൾ ചെയ്ത് തെറ്റിന് ശിക്ഷ കൊടുത്തു, പക്ഷേ അയാളുടെ അഭിമാനത്തെ പരിഗണിക്കണമെന്ന് റസൂലുള്ളാഹി. മദ്യപാനിയുടെ കാര്യത്തിൽ പോലും, വ്യഭിചാരിയുടെ കാര്യത്തിൽ പോലും അവൻ്റെ അഭിമാനത്തെ, അവന് അർഹമായ ശിക്ഷ നൽകിയാൽ പോലും അഭിമാനം പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണിത്. ബഹുമാനവും ആദരവും ഈ ദീനിൻ്റെ അടിസ്ഥാനമാണ്. ദാലിക ദീനുൽ ഖയ്യിം എന്ന് ഈ പരിശുദ്ധ മാസത്തിൽ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് കലഹങ്ങൾ ഒഴിവാക്കുക, ആദരവുകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ, പാപമോചനം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഈ മാസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ടതായി മഹത്തുക്കൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൂ റമദാൻ കൊണ്ടുള്ള ഗുണം. റമദാനം 10, 30, 50 കടന്നു പോയിട്ട് എന്ത് നേടിയെന്നൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു നേടാൻ അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടേക്ക് വല്ലതും നമ്മൾ എത്തിയോ? താഴോട്ടോ മേലോട്ടോ എന്നാലോചിക്കാൻ, ഈ വിലപ്പെട്ട സമയത്തെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമുക്കാവുന്നുണ്ടോ എന്ന വളരെ ഗൗരവമായ ചിന്തകൾക്ക് ഈ സമയം കാരണമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, അതിനായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, ആദരവ് ഉയർത്തിപ്പിടിക്കുക, അക്രമങ്ങളും കലഹങ്ങളും ഒഴിവാക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇതൊക്കെ ഈ മാസത്തിലെ പ്രധാനപ്പെട്ട അമലുകളാണെന്ന് ഓർക്കുക. അള്ളാഹു അനുഗ്രഹിച്ച് ആ വഴിയിലൂടെ നമുക്ക് പരിശുദ്ധ റമദാനിനെ എത്തിപ്പിടിച്ച് അവിടെ നമുക്ക് നേടാവുന്ന ലക്ഷ്യം, ഒരു വർഷം കൊണ്ട് നാം എവിടെയാണോ എത്തേണ്ടത് അവിടെ പൂർണ്ണമായും എത്തി അള്ളാഹുവിലേക്കുള്ള അനന്തമായ യാത്രയിൽ വിജയകരമായി മുന്നേറാൻ പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.